അപ്പോൾ നമുക്ക് തേങ്ങ ചേർക്കാത്ത മോരുകറി ഉണ്ടാക്കുന്നത് നോക്കാം. എളുപ്പം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ആദ്യം ഒരു ചീഞ്ചട്ടി ചൂടാക്കാൻ വെക്കുക. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവയും പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ചേർക്കുന്ന ഒരു ഉള്ളി കുഞ്ഞായിട്ട് അരിഞ്ഞത്, ഒന്നല്ല 2 ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അത് പൊടിയായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു പച്ചമുളക്. ഒന്ന് ഇളക്കി കൊടുക്കുക. ഞാൻ 1 കപ്പ് തൈര് വെച്ചിട്ടാണ് ഈ മോരുകറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ 1 കപ്പ് തൈര് എടുത്തിട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. മിക്സിയിലിട്ട് അടിച്ചൊന്ന് മോരാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതൊന്നും ഒരുപാട് മൂക്കൊന്നും വേണ്ട. ചെറുതായിട്ടൊന്ന് ഈ ഇഞ്ചി വെളുത്തുള്ളിലേക്ക് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയാൽ മതി. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ആ മഞ്ഞൾപ്പൊടി ഒന്ന് മൂത്ത് വരണം. ആ മഞ്ഞൾപ്പൊടി മൂക്കാനൊന്നും അത്ര വലിയ താമസമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ മഞ്ഞൾപ്പൊടി മൂത്ത് വരും. അപ്പോൾ മഞ്ഞൾപ്പൊടി മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന തൈര്, ഇതിപ്പോൾ 1 കപ്പ് തൈരാണത്. ബൗളൊന്ന് കഴുകി ഒഴിക്കാം. രണ്ട് 3 കറിവേപ്പില കൂടെ ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ്. തേങ്ങയില്ലാത്ത മോരുകറി റെഡി ആയിട്ടുണ്ട്. ഇതിന് മോര് കാച്ചിയതെന്നാണ് പറയണത്. ഇത് തിളയ്ക്കൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. ഇപ്പോൾ ചെറുതായിട്ട് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യാനാണ്. ഇത് എത്ര ദിവസം വേണമെങ്കിലും ഇത് വെളിയിലിരുന്നോളും. ഇത് ചീത്തയാവത്തൊന്നുമില്ല. എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് നമ്മൾ തേങ്ങയൊന്നും അരച്ച് ചേർത്തിട്ടില്ലല്ലോ. അപ്പം മോര് കാച്ചിയത് റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണിത്. ഇപ്പം പെട്ടെന്നൊക്കെ ഒരു ഗസ്റ്റ് വരുവാണ്, ഇപ്പോൾ നമ്മുടെ കയ്യിൽ തേങ്ങയൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കിതുപോലെ പെട്ടെന്നൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഇത് ബാച്ചിലേഴ്സിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. നല്ല തിക്കായിട്ടുള്ള മോര് കറി.